10 ഇയേഴ്സ് ഓഫ് പ്രേമം. ഒരു കാലത്ത് പ്രേമമുണ്ടാക്കിയ ഒരു ഓളം അതൊന്ന് വേറെ തന്നെയാണ്. ക്ലാസ്മേറ്റ്സിന് ശേഷം കേരളത്തിലെ യൂത്ത് ആഘോഷിച്ച ക്യാമ്പസ് സിനിമകളിലൊന്ന്. നിവിൻ പോളിക്ക് സൂപ്പർ സ്റ്റാർ പദവി നേടിക്കൊടുത്ത പടം. യൂത്തിൻ്റെ ഇടയിൽ നിവിൻ പോളി എന്ന നടൻ ഒന്നുകൂടെ സ്ഥാനം നേടിയെടുത്തതും പ്രേമത്തിലൂടെയാണ്. ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസോ ആദ്യം തൊട്ട് അവസാനം വരെ കയ്യടി. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഈ സിനിമയ്ക്ക് കിട്ടിയത് വമ്പൻ വരവേൽപ്പ്. ഇപ്പോഴും വാലന്റൈൻസ് ഡേക്ക് ഈ പടം റിലീസ് ചെയ്യാറുണ്ട്. എന്താല്ലേ. ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ നേടിയ പടം. അന്ന് ഇതിൻ്റെ സെൻസർ കോപ്പി ലീക്കായത് വൻ വാർത്തയായിരുന്നു. ഒരു പക്ഷേ സെൻസർ കോപ്പി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇതിലും കളക്ഷൻ നേടിയേനെ. തമിഴ് കലർന്ന മലയാളം സംസാരിക്കുന്ന മലർമിസിന്റെ ക്യാരക്ടർ ചെയ്തതോടെ സായി പല്ലവി അന്നത്തെ യൂത്തിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കറുത്ത ഷർട്ടും വെള്ളമുണ്ടും അന്നത്തെ ഓണാഘോഷങ്ങളെ ഒന്നുകൂടെ കളറാക്കി. മലരെ എന്ന പാട്ട് ചുണ്ടിൽ പാടി നടന്ന കാലം. ഒരുപാട് നല്ല ഫീൽ ഗുഡ് മൂവീസ് 2015 ഇറങ്ങിയെങ്കിലും ട്രെൻഡായത് പ്രേമം തന്നെ. അങ്ങനെ വീണ്ടും ആ മഴക്കാലം വന്നു 10 വർഷത്തിന് ശേഷം.